പയ്യന്നൂരിൽ 2012 പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ LDF സ്ഥാനാർത്ഥി ഉൾപ്പെടെ 2 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് 20 വർഷം കഠിന തടവ്. VK നിഷാദ്, TCV നന്ദകുമാർ എന്നിവരെയാണ് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയായ നിഷാദിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ജയിച്ചാൽ സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ്. രംഗം നൽകാൻ ബിജീഷ് ഗോവിന്ദൻ ചേരുകയാണ്. ബിജീഷ്, ഈ കേസിന്റെ വിധിയുടെ വിശദാംശങ്ങൾ ആദ്യം പറയുക, അതിനുശേഷം ഈ നിഷാദിന് മത്സരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അതായത് ഇത് 2012 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് പി ജയരാജന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട്, ഷുക്കൂർ കേസിൽ പി ജയരാജന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് പയ്യന്നൂർ മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു ബോംബേർ ഉണ്ടാകുന്നത്. പോലീസിന് നേരെ ബോംബെറിഞ്ഞു എന്നുള്ളതാണ് കേസ്. അന്നത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായിട്ടുള്ള VK നിഷാദ്, ഒപ്പം തന്നെ TCV നന്ദകുമാർ തുടങ്ങിയ പ്രവർത്തകർക്കെതിരെയായിരുന്നു കേസെടുത്തിരുന്നത്. 4 പേർ മൊത്തം ഉണ്ടായിരുന്നു. അതിൽ 1ഉം 2ഉം പ്രതികളാണ് നിഷാദും അതുപോലെ തന്നെ നന്ദകുമാറും. ഇപ്പോൾ നിഷാദിനെയും അതുപോലെ തന്നെ നന്ദകുമാറിനെയുമാണ് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി 20 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. മൊത്തം 10 വർഷം ഇരുവരും ശിക്ഷ അനുഭവിച്ചാൽ മതി. ഇതിന് ഒപ്പം തന്നെ 2 പേരും 2.5 ലക്ഷം രൂപ വീതം പിഴയൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ബോംബ് കൈവശം വെച്ചതിനാണ് 5 വർഷത്തെ തടവ്. ഒപ്പം കൊലപാതക ശ്രമത്തിന് 5 വർഷം, മറ്റൊന്ന് ബോംബ് എറിഞ്ഞതിനാണ്, അത് 10 വർഷത്തെ കഠിന തടവ്. ഇങ്ങനെ മൊത്തം 20 വർഷമാണ് കോടതി ശിക്ഷിച്ചത്. അതിനകത്ത് 10 വർഷം മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതി. ഇതിനകത്ത് ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള ആദ്യ പ്രതിയായിട്ടുള്ള VK നിഷാദ്. അതുകൊണ്ട് തന്നെ നിഷാദിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് നിയമപരമായ തടസ്സമില്ല. പക്ഷേ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അയോഗ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ നിഷാദിനെ ഇനി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഇവിടുത്തെ ഡെമ്മി സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും 3 മാസത്തിൽ കൂടുതൽ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സ്ഥാനാർത്ഥിത്വം വരുന്നതിനകത്ത്, അല്ലെങ്കിൽ ജയിച്ചു കയറി കഴിഞ്ഞാൽ അത് അയോഗ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു നിയമം പഞ്ചായത്ത് രാജ് ആക്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ നിഷാദ് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നിഷാദിനെ കൗൺസിലറായി തുടരുന്നതിന് നിയമപരമായ തടസ്സം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി കേസുകൾ പ്രതികളാണ് ഈ രണ്ട് പേരും, അതായത് നിഷാദും നന്ദകുമാറും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ശിക്ഷാ ഇളവ് വേണമെന്നുള്ള പ്രതികളുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ 20 വർഷത്തെ കഠിന തടവ്, മൊത്തം 10 വർഷം ശിക്ഷ അനുഭവിക്കുന്ന തരത്തിലേക്ക് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നൗഫൽ. യെസ്, സ്ഥാനാർത്ഥിക്കാണ് ഇപ്പോൾ കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. പക്ഷേ സ്ഥാനാർത്ഥിയായ നിഷാദിന് മത്സരിക്കാൻ സാധിക്കും. പക്ഷേ പിന്നീട് സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പിന്മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്.